ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ നേച്ചർ എന്താണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, എങ്ങനെയുള്ള ഇക്വേഷൻസാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ax² + bx + c = 0. ഈ ഫോമിലുള്ളതെല്ലാം ക്വാഡ്രാറ്റിക് ഇക്വേഷനാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ക്വാഡ്രാറ്റിക് ഫോമുല എങ്ങനെയാണ്? -b ± √b² - 4ac / 2a. ഇതാണ് ക്വാഡ്രാറ്റിക് ഫോമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ക്വാഡ്രാറ്റിക് ഫോമുലയിൽ റൂട്ടിൻ്റെ അകത്തുള്ള ടേമാണ് b² - 4ac. ഈ b² - 4ac വിളിക്കുന്ന പേരാണ് ഡിസ്ക്രിമിനൻറ്റ്. ഡി എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്ക്രിമിനൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് നേച്ചർ ഓഫ് റൂട്ട്സ്, അതായത് എന്ത് ടൈപ്പ് റൂട്ട്സ് ആണ് നമുക്ക് ആൻസറിൽ വരിക എന്ന് കണ്ടുപിടിക്കുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ. അപ്പോൾ അതിന് 3 കേസസ് ഉണ്ട്. ആദ്യത്തെ കേസ്, ഈ ഡിസ്ക്രിമിനൻറ്റിൻ്റെ വാല്യൂ, അതായത് d 0 വലുതാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസറിന് 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആയിരിക്കും. ഇനി d 0 ആണെങ്കിൽ നമുക്ക് 2 ഈക്വൽ റിയൽ റൂട്ട്സ് ആയിരിക്കും കിട്ടുക. ഇനി അടുത്ത കേസ് എന്താ? d <0. അങ്ങനെയാണെങ്കിൽ റിയൽ റൂട്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ 3 കേസസാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ d എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനൻ്റ് ആണ്. ഈ ഡിസ്ക്രിമിനൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നേച്ചർ ഓഫ് റൂട്ട്സ് പറയുന്നത്.